ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങൾ വിചാരിക്കും റിവ്യൂ വീഡിയോ ആണെന്ന്, പക്ഷെ അല്ല, ഏറെക്കുറെ സെയിം ആണ്. പക്ഷെ എന്നാലും റിവ്യൂ വീഡിയോ എന്ന് പറയാനും പറ്റില്ല. ഞാൻ റീസെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നല്ല, നമ്മളെല്ലാവരും തന്നെ ഇപ്പൊ ഒരു എന്താ പറയാ, ഫേസ് വാഷ് ആണെങ്കിലും അല്ലെങ്കിൽ ഫേസ് മോയ്സ്ചറൈസർ ആണെങ്കിലും എന്തൊരു സാധനം നമ്മൾ വാങ്ങിക്കുന്നതും, ഞാനൊക്കെ വാങ്ങിക്കുന്നത് കൂടുതലും പർപ്പിളിൽ നിന്നാണ്. പർപ്പിളിന്റെ ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് ഞാൻ കൂടുതലും വാങ്ങിക്കുന്നത്. ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പർപ്പിളിന്റെ ഓഫ്ലൈൻ ഷോറൂമിൽ കയറുന്നത്. അത് നമ്മുടെ ഇവിടെ എറണാകുളത്തൊന്നുമല്ല, ഞാൻ പത്തനംതിട്ടയിലാണ് കയറുന്നത്. പത്തനംതിട്ടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തളത്ത്. എന്റെ ഹസ്ബൻഡിന്റെ വീട് അവിടെ ആണ്. അപ്പൊ അതുകൊണ്ട് പന്തളത്താണ് ഞാൻ കയറുന്നത്, വൈ എം സിൽക്സിന്റെ ഒക്കെ ഇപ്പുറത്തായിട്ട്. അപ്പൊ അവിടെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ദിവസം കയറി എല്ലാം കഴിഞ്ഞപ്പം എന്തും പറഞ്ഞോണ്ട കയറേണ്ടതെന്നൊന്നും അറിയാൻ പാടില്ല, എന്നാലും ചുമ്മാ അതൊന്ന് കയറി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ അതൊന്ന് കയറിയതാണ്. അപ്പൊ അവരെന്തായാലും കയറി കഴിയുമ്പോൾ ചോദിക്കുമല്ലോ എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ ഞാൻ ചുമ്മാതെ പറഞ്ഞു എനിക്ക് കാജലാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ കാജല് ഒന്ന് തപ്പിപ്പോയിട്ട് അവസാനം പിന്നെ എനിക്കാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞപ്പോ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിലല്ല, അത് കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. നല്ല രീതിക്ക് മുടി കൊഴിയാൻ തുടങ്ങി. ആ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നല്ലോണം മുടി വളർന്നുണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് ഹെയർ ലോസും കാര്യങ്ങളൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഈ തലമുടി പെട്ടെന്നാണ് എനിക്ക് താരം വരുന്നത്. താരനുള്ള റെമഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാൽപ്പ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷാമ്പു ആണ് ഞാൻ ആദ്യമേ യൂസ് ചെയ്തിരുന്നത്. അത് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അത് യൂസ് ചെയ്യുന്നതിന് ഒരു ഒരു എന്താ പറയാ, ഒരു കണക്കുണ്ട്. ഇത്ര ആഴ്ചയിൽ ഇത്ര ദിവസം, അങ്ങനെ മാസത്തിൽ ഇത്ര ദിവസം എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേക ഒരു കണക്കുണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തൂത്തടിച്ചെന്ന് പറഞ്ഞ പോലെ പോകും താരൻ. അത് മെഡിക്കൽ ഷോപ്പിലേ കിട്ടുള്ളൂ. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഓൺലൈനായിട്ട് കിട്ടുമല്ലോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചിരുന്നിരുന്നത്. പിന്നെ ഞാൻ ഈ റീസെന്റ് ബെയർ അനാട്ടമിയുടെ എന്താ ഹെയർ സെറം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കട്ട വെയിറ്റിംഗിൽ നിന്നിരുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇത് കാർട്ടിൽ ആഡ് ചെയ്തിടും, പിന്നെ വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ള പിന്നെ ചിന്ത വരും. ഓ, ഇനിയിപ്പോ മേടിച്ചിട്ടത് ശരിയായില്ലെങ്കിൽ പിന്നെ കാശും പോകും, ഇനിയിപ്പോ അത് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ വഴക്കും ഞാൻ കേൾക്കണം. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ പ്രശ്നം. എങ്കിൽ പിന്നെ ഏതായാലും പർപ്പിളിന്റെ ഷോറൂമിൽ കയറിയതല്ലേ, ഈ കാര്യം ഞാൻ അവരോട് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ബെയർ അനാട്ടമിയുടെ ഹെയർ സെറം എനിക്ക് തന്നു. അതേപോലെ തന്നെ അവിടെ വിഷ്കെയറിന്റെ ഉണ്ട്, വിഷ്കെയറിന്റെയും കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വാങ്ങിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ആ വിഷ്കെയറിനെ ഞാൻ വാങ്ങിച്ചില്ല, ഞാൻ വാങ്ങിച്ചത് ബെയർ അനാട്ടമിയുടെ എണ്ണ. സത്യം പറയാലോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടും എന്നുള്ളത്. കാരണം അതിനും വേണ്ടും എനിക്ക് മുടി കൊഴിച്ച് നല്ലപോലെ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ മുടി കൊഴിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി പോവാനൊന്നും ഇല്ലെന്ന് വേണം പറയാൻ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റീസെന്റ് ഞാൻ പറഞ്ഞില്ല ബെയർ അനാട്ടമിയുടെ വാങ്ങി. അതിന്റെ തന്നെ ആന്റി ഡാൻഡ്രഫിന്റെ ഷാമ്പൂവും കണ്ടീഷണറും വാങ്ങി. പിന്നെ ഒരു ലിപ് ഷെയ്ഡും വാങ്ങി. അതായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിന്റെ ഒരു ചെറിയൊരു അഭിപ്രായം ഞാൻ പറയാം. ആരെങ്കിലും ഈ ഒരു സാധനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് വാങ്ങിച്ചോ, എനിക്ക് വർക്കാണ്. അപ്പൊ നിങ്ങളും ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. ഞാൻ കാണിക്കാം ഞാൻ വാങ്ങിച്ചത്. ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ബെയർ അനാറ്റമിയുടെ അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സെറം ആണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇത് തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാകാതെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോ എന്തായാലും നാളെയോ മറ്റന്നാളോ ചിലപ്പോൾ വരുമായിരിക്കും. അപ്പോൾ ഒരു 4 ആഴ്ചയാണ് ഇതിന്റെ യൂസേജ് പറയണത്. അതിൽ തന്നെ നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് വരും എന്നുള്ളത് തന്നെയാണ് അവര് ക്ലെയിം ചെയ്യുന്നത്. എനിക്ക് ആക്ച്വലി ഇത് വർക്കായി, അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ഹെയർ ഗ്രോത്ത് സെറമോ അല്ലെങ്കിൽ ഹെയർ ഫോളിനുള്ള റെമഡി ഒക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടിലായി ആകെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഈ ബെയർ അനാട്ടമിയുടെ, ഇത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, നമ്മുടെ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്. അപ്പൊ ഈ അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സെറം നിങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്ക്, എന്തായാലും റിസൾട്ട് ഉണ്ടാവും. എനിക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു പേഴ്സണലി, അതുകൊണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് എവിടേക്കാണോ കൂടുതൽ, കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് നെറ്റ് കയറുന്നത് കുറച്ച് കൂടുതലാണ്.
അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ എന്നാ പിന്നെ വാങ്ങിച്ചേക്കാം എന്നങ്ങ് വിചാരിച്ച് അങ്ങനെ ഇത് വാങ്ങിച്ചത്. അപ്പൊ നോക്കിയപ്പോ കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതല്ലേ നല്ലത്. പിന്നെ ഈ ഡാൻഡ്രഫ് വരുന്ന സമയത്ത് ഇവരുടെ തന്നെ ആന്റി ഡാൻഡ്രഫിന്റെ ഷാമ്പുവും കണ്ടീഷണറും ഉണ്ട്. അതും നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. പിന്നെ ഏതൊരു സാധനം നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിലും ആദ്യം തന്നെ ഹെയർ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഹെയർ, സ്കാൽപ്പ് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എന്തെങ്കിലും പുതുതായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യുക. എങ്കിൽ മാത്രം ചിലപ്പോൾ അതിൽ കുറച്ചുകൂടെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഞാൻ ആദ്യമേ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയർ നന്നായിട്ട് കഴുകി സ്കാൽപ്പൊക്കെ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഹെയർ സെറം ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ അത് തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേണ്ടത് ഓർഡർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബോട്ടിൽ യൂസ് ചെയ്ത് നോക്കണം, ഇതിന്റെ തന്നെ റിസൾട്ട് അതിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. പിന്നെ ഞാൻ ഈ ഒരു ലിപ് ഷെയ്ഡാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്ന ലിപ് ഷെയ്ഡ് അല്ല കേട്ടോ, വേറെ, അത് വേറെ, ഇത് വേറെ. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്നത് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാട്ടെ, ഞാൻ മറന്നുപോയി. ആ ഒരു ഷെയ്ഡാണ് ഞാൻ ഇട്ടേക്കുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം ഏതാണ്ട് ഈ ഫേസ് ടോണൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് മാച്ചപ്പ് ആയി പോകും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്ന്. ഫസ്റ്റ് തന്നെ ഞാൻ ഇന്ന് ആദ്യമേ കാണിച്ചത് മറ്റേ ബെയർ അനാട്ടമിയുടെ ഈ ഒരു സെറമാണ് ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ലിപ് ഷെയ്ഡ് ഞാൻ എൻവൈവയുടെ വെൽവെറ്റ് മൗസ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡ് നമ്പർ 11 പിങ്ക് റോസ്റ്റ്, ഈ ഒരു ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ ലിപ് ഷെയ്ഡ് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് ഇതുവരെ എനിക്കറിയാൻ പാടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് ഓരോരുത്തരുടെ സ്കിൻ ടോൺ അനുസരിച്ചല്ലേ നമ്മൾ ലിപ് ഷെയ്ഡ് ചേഞ്ച് ചെയ്യുന്നതും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലിപ് ഷെയ്ഡ് നമ്മൾ ഇട്ട് നോക്കിയിട്ട് ഏതാണോ കുഴപ്പമില്ലാത്തത് നമ്മൾ അതനുസരിച്ചല്ലേ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇന്നേ വരെ അങ്ങനെ ലിപ്സ്റ്റിക് അങ്ങനെ ഒരുപാട് ഉപയോഗിക്കാത്ത ഒരാളായത് കൊണ്ട് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് എനിക്ക് ലിപ്സ്റ്റിക്കുകൾ വളരെ കുറവാണ്. ഇപ്പൊ ഞാനിപ്പോ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്ക് ഇതായിട്ട് ഒരു മാച്ച് ഇല്ലാത്തതാണ്. ഇത് പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്ക് ഈ പറയുന്ന ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഇൻസൈറ്റ് A10 ബോൺ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അപ്പൊ ഇത് കുഴപ്പമില്ല, അത്യാവശ്യം സെറ്റായൊക്കെ പോവും. പിന്നെ ആദ്യമായിട്ട് എനിക്ക് ലിപ് ഷെയ്ഡ് വാങ്ങിച്ചത് ഇത് മേബ്ലിൻ ന്യൂയോർക്കിന്റെ 696 ബർഗണ്ടി ബ്ലഷ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷെയ്ഡാണ് എനിക്ക് ആദ്യമായിട്ട് വാങ്ങിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ലിപ്സ്റ്റിക് കളക്ഷൻസ് ഭയങ്കര കുറവാണ്. ഞാൻ അങ്ങനെ കണ്ണമാല ലിപ്സ്റ്റിക് അങ്ങനെ ഇടാറുമില്ല. പിന്നെ പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പോകും, അതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇപ്പൊ ഈ ഇട്ടേക്കുന്ന ഇൻസൈറ്റിന്റെ ഇത് പെട്ടെന്ന് വാഷ് ഓഫ് ആയി പോവോന്ന് ചോദിച്ചാല് കുറച്ചൊക്കെ പോവും, ഇല്ലെന്നല്ല. പിന്നെ അതേപോലെ ഈ ഒരു ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇട്ടുകൊണ്ട് പുറത്തോട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇത് വാഷ് ഓഫ് ആയി പോകില്ലെന്ന് എനിക്ക് തോന്നണു. ഇട്ട് ഞാൻ പുറത്തോട്ട് പോയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അഭിപ്രായം പറയും, ഇതിന്റെ അഭിപ്രായം ഞാൻ അപ്പൊ പറയാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് പിന്നെ ലിപ്സ്റ്റിക്കിന്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡാൻഡ്രഫിന്റെ ബെയർ അനാട്ടമിയുടെ ഡാൻഡ്രഫിന്റെ ഷാമ്പൂവിന്റെ കാര്യം. അത് ഇതാണ് ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ. ഇത് ഷാമ്പൂ, ഇത് കണ്ടീഷണർ, ബെയർ അനാട്ടമിയുടെ തന്നെ കണ്ടീഷണർ. അപ്പൊ ഈ 4 സാധനമാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത്. ഒന്ന് സെറം, പിന്നെ ഇത്, പിന്നെ ആ ലിപ് ഷെയ്ഡ്. ഇത് മാത്രമാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഇത് ഇത്രയും വാങ്ങിച്ചതിന്റെ കൂട്ടത്തില് അവർ ഫ്രീ ആയിട്ട് എനിക്ക് ഈ സ്പഞ്ച് കൂടി തന്നു. ഇത് ഓഫ്ലൈനിലാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്, ഓൺലൈനിലല്ല. പിന്നെ വേറൊരു കാര്യം, ഈ ഓഫ്ലൈനിൽ വാങ്ങിക്കുമ്പോഴും ഓൺലൈനിലും വാങ്ങിക്കുമ്പോഴും ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് MRP ചെക്ക് ചെയ്തായിരുന്നു, ഇവർ റേറ്റും കാര്യങ്ങളൊക്കെ. ചില പ്രൊഡക്റ്റുകൾക്ക് ഓഫ്ലൈൻ ആണ് ലാഭം, ഓൺലൈനില് ചില പ്രൈസിന്റെ വേരിയേഷൻസുകളുണ്ട്. ചിലത് കുഴപ്പമില്ല, ഏറെക്കുറെയൊക്കെ സെയിം ആയിരിക്കും. അപ്പൊ ആർക്കെങ്കിലും ഇതേപോലെ ഹെയർ പ്രോബ്ലം ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് ഇതൊക്കെ യൂസ് ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷനും അല്ല, ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞത് കൊണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്കിത് ഓഫ്ലൈനിൽ കിട്ടിയത് 600 സംതിങ് രൂപയ്ക്കാണ് എനിക്ക് ഓഫ്ലൈനിൽ ഇത് കിട്ടിയത് കേട്ടോ. ഓൺലൈനില് പല സ്ഥലങ്ങളിലും പല റേറ്റുകളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഏതാണോ ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് നോക്കി ചൂസ് ചെയ്യുക, വാങ്ങിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബൈ.